കഴിഞ്ഞ ദിവസം വന്ന അതേ പാടത്താണ് നമ്മൾ ഇന്ന് വന്നത്. അന്നേരം എൻ്റെ മോട്ടോറ ഇതാ. പക്ഷേ ഇവിടെ മോട്ടോറൊക്കെ അത് വലിയ മീനൊന്നും കാണുന്നൊന്നുമില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മളത് കുഴിയായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് നേരം കുഴിയുടെ പൊക്കത്ത് നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മൾ പൊക്കത്തോട്ട് വരാല് കയറുന്നുണ്ടായിരുന്നു. പൊക്കത്ത് എന്തെങ്കിലും കാണിച്ച് നമുക്ക് വരാല് പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അടിവല പിടിച്ചു. അയ്യോ, നമ്മളിത് ഇവിടെ ഇങ്ങനൊരു വല കുത്തി. ഇനി ഈ കാണുന്ന ഭാഗത്ത് ചുമ്മാ ഒന്ന് തപ്പി വരണം. ഒത്ത വരാല് കിട്ടും. എന്നുവെച്ചാൽ അവിടെ നിന്ന് നേരെ ഓടി ഈ കുഴിയിലോട്ട് ഇറങ്ങത്തുള്ളൂ. എന്നുവെച്ചാൽ ഇവിടെ കുഴി കിടക്കുന്നുണ്ട്, മീനെപ്പോഴും ഇങ്ങോട്ടേ ഓടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ വല കുത്തി. ഇനിയിപ്പോൾ അപ്പം തപ്പി പറഞ്ഞു. ഇതിനകത്ത് എത്ര ശതമാനം വരാല് കയറിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നതിലും കൂടുതൽ വെള്ളമുണ്ട്. വെള്ളം ഉള്ളതുകൊണ്ട് പൊക്കത്തോട്ട് വരാല് കയറി നിൽക്കാൻ സാധ്യതയുണ്ട്. ഒതുങ്ങിയാ നമ്മൾ ഒതുങ്ങിയ ഇന്നലെ അല്ല ഇതിനകത്ത്. പക്ഷെ ഇന്നത്തെ വെള്ളത്തിന് അല്ല ഇന്നത്തെ വെള്ളത്തിന് ഇവിടെ കാണണ്ട. അവിടെ ഉണ്ട്. ഡേ കെട്ടിയിട്ടിരിക്കുക. ഒന്ന് കലം ഇങ്ങോട്ട് തരാം. ഒരു ചെറുത് മറ്റേ വലിയ കുഴപ്പമില്ല. ഒരു ചെറുതാണ് തീരുന്നുണ്ട്. അയ്യോ, ആ കെട്ട് വീഴും. കയറ് കാറ്റിയെടുക്ക ഇവിടുന്ന്. നമ്മളിതേ ഇവിടെ ഒരു വല വെച്ചിട്ട് ആക്കിയിട്ടിയ 3 വരാല്ലടാ. അയ്യോ, ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ ഇച്ചിരി ദൃഢ ഉള്ളത്. അവൻ ഇതേ ഉള്ളു, ഒരെണ്ണേ ഉള്ളു ദൃഢ ഉള്ളത്. ബാക്കി 2 ഇടത്തര ഒരു ചെമ്പല്ലി കഴിക്കും. ഇന്നലെ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിന് വന്നപ്പം ഇന്നലെ ഞങ്ങൾ വന്നത്. ഇന്നലെ വന്നപ്പോൾ ഇവിടെ വെള്ളവും ഇല്ലായിരുന്നു. ഈ ചവറിനകത്തുനിന്ന് വരാലിങ്ങോട്ട് കുഴിക്കകത്തോട്ട് ഓടിയതു വരുന്നു. സാധാരണ ഇത്രയും വെള്ളത്തിലെന്ന് പറഞ്ഞാൽ വരാല് കയറി കിടക്കണ്ടേ. ഇനി പറയാൻ പറ്റില്ല, വരാല് കയറിയത് ചിലപ്പം ഇങ്ങോട്ട് വരാഞ്ഞതായിരിക്കാം. എന്നാലും നമ്മൾ 3 പേരും കൂടി തല്ലിയാനൊക്കെ നേരത്ത് ഓടി വരണ്ട. പിന്നെ ആ ഓടി കിട്ടിയ ഇതേ ഉള്ളൂ. എന്തായാലും ഇവിടെ നോക്കുന്നില്ല. കുഴി എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയുണ്ട്, നല്ല താഴ്ചയായതുകൊണ്ട് ഇനി എന്തെങ്കിലും കുഴി നോക്കുന്നില്ല. അടുത്ത പാടത്ത് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും മീൻ പിടിക്കാൻ വല്ല മാർഗമുണ്ടോ നോക്കട്ടെ. എന്തായാലും ഇവിടെ അങ്ങോട്ട് പോയി നോക്കാം. നമ്മളിത് നേരത്തെ ഒരു പാടത്തിറങ്ങിയിട്ട് വലിയ രക്ഷയില്ല. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് ഓടി വന്ന് ഇതൊന്ന് ഇല്ലിച്ചിറ ഭാഗമാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കുഴിയുണ്ട്. ഈ മോട്ടോറയുടെ സൈഡിൽ കിടക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഒന്നുമറ്റം വരാൽ ചെറുത് വെട്ടുന്ന കേട്ടായിരുന്നു. പക്ഷേ
ചെമ്പല്ലി കിട്ടാൻ സാധ്യതയുണ്ട്. ചെറിയ ഇടത്തരം ചെമ്പല്ലി ഇതിനകത്ത് അറിയുന്നുണ്ട്. അതിന് ഈ ഒരു കുഴിയായത് പോളയൊക്കെ പിടിക്കുന്ന എല്ലാ പണിയെല്ലാം കഴിഞ്ഞ് പാടത്തെ മരുന്നടി വരായി. വൈകുന്നേരം നമ്മൾ ഇവിടെ ഒന്നും പറ്റിയൊന്നും അറിഞ്ഞില്ല. അത് ഈ കുഴി ഒന്ന് വളച്ചു കുത്തി നോക്കാം. അവിടെ വല കുത്തി കേട്ടോ, വല കുത്തി തീർന്നില്ല, അവർ വല കുത്തിക്കൊണ്ടിരിക്കും. ഇപ്പം ഈ പോള ഇവിടുന്ന് വേണം ചവിട്ടിയാനൊക്കെ. വലിയ പ്രതീക്ഷകളൊന്നും കൊടുക്കുന്നില്ല. നമ്മളെ കാര്യമുണ്ട് ഇതിനകത്ത് കാണുന്നത്. എന്താ തട്ടിയിടവല്ലേ എന്നാ പോള ഇത് ചീഞ്ഞ് കിടക്കോ. കണ്ണമ്പരാൽ ഇങ്ങോട്ട് എൻ്റെ കാലിനടിയിൽ കൂടി ഓടിപ്പോയി. ഇനി ഇറക്കണമല്ലോ ഇനി കൂന കയറ്റുകയും ചെയ്തു. ഇനി ഇറക്കണമല്ലോ. അടി ചാടിപ്പോടാ. ആ അതേ കാണത്തുള്ളൂ. അകത്ത ഇളക്കിട്ടു പതുക്കം ഉള്ളി പിടിച്ച് അങ്ങോട്ടും അങ്ങോട്ടും മതി. പൊക്കല്ല ഇളക്കിയിട്ട് ഞാൻ ഇളക്കിയിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് പോക്ക്. എന്തൊക്കെ ചാടുന്നൊക്കെ ഉണ്ടല്ലോടാ. പ്രതീക്ഷയ്ക്ക് വക ഉണ്ടോ? അല്ല എന്തോ ചാടുന്ന പുറകെ. അതൊന്നും പോക്കണ്ട. എങ്ങോട്ട് വരാനാ? എന്നൊക്കെ അറിയിക്കൂ. ഇതാടാ പോള വരണ. വലക്കകത്ത് കയറുക. കാര്യപ്പോൾ തിളക്കിട്ടുണ്ടേ പോക. ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. ഒരു കാര്യപ്പുളുണ്ട് കുടയല്ലേ. ഇനി കളി ചിലപ്പം മൂലയിൽ പാത്രത്തിൽ കയറി പറഞ്ഞു കയറുന്നില്ലേ. കളിച്ചു പോവാ. നല്ല ആഹാ എത്ര ആശാന്മാർ മതിയടാ. അപ്പം അമ്മ വരാറുണ്ടല്ലേ. ചാലി പറ്റിക്കുവാണോ? ആ അതേടാ ഒരു വലിയ വില കിടക്കുന്നതാ. ദേ അതിനകത്തൊരു വലിയ ഇതാ കിടക്കുന്ന കുരുന്ന. ദേ ഇല്ല ചെമ്പലിടാ. ദേ 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 അന്നേരം ആദ്യം മറ്റേ അതുപോലെ വല്ലോ പറയാനുണ്ട് കേട്ടാ. ഇടത്തരമാണെങ്കിൽ പിന്നെ നമ്മുടെ പണി അങ്ങനത്തെയാണ്. ഞാൻ അതാ പ്രതീക്ഷിച്ചത്. ഈ കുഞ്ഞിനെ ഒന്നും ഇടുന്നു കേട്ടോ. അത് കളയില്ല. നാടനാടാ. മഞ്ഞക്കണ്ടല്ലേ? നാടനല്ല, നാടൻ കിടക്കട്ടെ. ഉളുന്ത് മഞ്ഞ വാറ്റയത് മറ്റേത് കറക്റ്റായിരുന്നു. പക്ഷേ അത് നമുക്കറിയാൻ പാടില്ലാതായിപ്പോയി. ഇല്ലെങ്കിൽ കൊടുക്കത്തില്ലായിരുന്നു.
വില ഉണ്ടല്ലേ? ആ വില ഉണ്ടെന്ന് പറഞ്ഞു. എന്തോ ഒരു പറയാനുള്ളത് കാര്യമുണ്ടേ. ലാസ്റ്റ് കൊച്ചുണ്ടായിരുന്നു. ആമ ഞാനോർത്ത് ഇതുപോലും കാണത്തില്ലെന്ന് ഓർത്ത്. അത് എടുക്കണ്ട കേട്ടോ, പറിക്കുന്ന ആട് വേണോ? വേണോ? എടുത്തിട്ട് അവളോടൊക്കെ കാര്യം എടുക്കണോ? ഒരു കമ്പ് നമ്മൾ മറിച്ചാ ഇല്ല. ഇതേണ്ടില്ല ഇല്ലടാ, നെല്ല് എടുക്കാൻ പറ്റിയൊന്നുമില്ല. ഇവന്മാരെ നമുക്ക് കാരി ഇല്ലടാ, ഈ മറിയാനൊന്നും ഇല്ല. ഈ കുടിയിലോട്ട് അത് കളഞ്ഞ കാര്യം എന്ത് വേണോ? വലിപ്പമുണ്ട്. ഒന്നും കൂടെ ഉണ്ടല്ലോ. ഇങ്ങോട്ട് തന്നെ ഇതെങ്ങനെ മറകിടക്കുന്നു? അവിടെ പിടിച്ചോ, കൂട്ടിയെടുക്കും. അതവിടെ പോട്ടെ. ഇത് കേട്ട് ഈ ഉള്ളിപ്പിടി ഇല്ലെങ്കിൽ വരവ്. ആ ഉള്ളിപ്പിടിയാ എടുത്ത്, ആ ഉള്ളിപ്പിടിയാ ഇവിടെ ഉള്ളിപ്പിടി അവിടെ ഒരു കാര്യത്തിന് അത് ഞാൻ കണ്ട്. ഓ രക്ഷപ്പെടും. നമ്മളിതേ ഇതിനകത്ത് കിടന്ന് വൻ പണിയൊന്നും ചെയ്തില്ല, ചെറിയൊരു പരിപാടി നടത്തിയിട്ട് നമുക്ക് അത്യാവശ്യം ഒരു 3-4 വലിയ വരാലുണ്ട്. പിന്നെ ഇടവരാൽ, ചെമ്പല്ലിയൊന്നും വലുതായിട്ടൊന്നുമില്ല, ചെറിയ ചെമ്പല്ലിയാണ്. പിന്നെ കളഞ്ഞില്ല, തീരെ ചെറുതല്ല, ഒരുമാതിരി പരുവോളം ചെമ്പല്ലി. ഇത്രയും മീൻ കിട്ടി, കുഴപ്പമില്ല. അവരെ വലിക്കാൻ പറ്റുമോ? കുറവ് ആയിട്ട് വലിക്കാനോ? അത് ഞങ്ങൾ ഈ ചാലിക്കൂടി നോക്കാൻ പോകുന്നു. അങ്ങനെ ഇന്നത്തെ 3ാമത്തെ വലയാണ് വെക്കാൻ പോകുന്നത്. നമ്മളിത് ഇവിടെ ഒരു വല സെറ്റാക്കി, ഇനി അവിടെ നിന്നൊരു വല വലിക്കാൻ പോകും. നമ്മുടെ പറ്റ വല തന്നെ വലിക്കുന്നത്. ഇനിയിപ്പോൾ വേറെ വലയൊന്നും എടുക്കുന്നില്ല. ഇതിനകത്തൊന്നും ചാടി കാണുന്നില്ലല്ലോ, മേളിൽ കൂടി ചാടിയതല്ലേ? ഓ അത് ഇച്ചിരി ദൃഢമുള്ള കേട്ടാ. രണ്ടും കൂടിയാണ്. അല്ല വലിഞ്ഞ ഇത് വലിഞ്ഞേക്കാണോ? ഇതാ ആ പിടി. ഞാനിങ്ങനെ ആയിപ്പോയി. അത് ഒന്ന് കറക്റ്റായിട്ട് വെച്ചേക്കടെ. ഈ വല തന്നെ എടുക്കുക. ഈ വലേ
അത് അനങ്ങാടൊക്കെ വരുന്നല്ലേ. ഒരു തിലോപ്പി, കുറേ ചെമ്പല്ലി കുഞ്ഞി. ഏറ്റവും വലിയ പുറവല വലിച്ചത് ഒരു നല്ലൊരു വരാലുണ്ട്, ഒരു നല്ലൊരു സിലോപ്പിയുണ്ട്. പിന്നെ നമ്മുടെ ഒരു വലിയ അത്ര വലുതുമല്ല, എന്നാൽ തീരെ പൊടിയല്ലാത്ത കുറേ ചെമ്പല്ലിയുണ്ട്. കാര്യം പണി കുഴപ്പമില്ല. കുരുന്ന് അതിനിടയ്ക്ക് തപ്പിപ്പിടിച്ച സിലോപ്പി കേട്ടോ. ഞാൻ രഹസ്യമായിട്ട് തപ്പിപ്പിടിച്ച് കരക്കിട്ട് കറിക്കുള്ള തപ്പിച്ചെന്നും പറഞ്ഞു. ഒരു നല്ല വരാൻ മലത്തിയിട്ടാൽ എല്ലാം കൂടി പോകും. ആ വരാലിനെ പിടിച്ചിട്ട് പുറകോലെ നീട്ടിയൊരു സൈസ് വരാലാട്ടോ. അതൊന്നും പ്രതീക്ഷിച്ച് പോലും. അവൻ തിരിച്ചു കാണുന്നു. കള്ളപ്പന്നി അവിടെ പോയി കഴിയും. രണ്ട് സിലോപ്പി നിൽക്കണം, എനിക്ക് വല അടുപ്പിക്കണം. ഇത് സത്യം പറഞ്ഞല്ലേ, ഈ സാധനം വെട്ടി തേച്ചെടുക്കണം. തേച്ചിട്ട് വറക്കണം. വറക്കണം. ഏറ്റവും നല്ല ടേസ്റ്റുള്ള സാധനം. ഇതെന്തായാലും കൊടുക്കൽ നടക്കത്തില്ല ഈ ചെമ്പല്ലി. കേട്ടാ ഓള കൂടുതലുണ്ട്. ചെമ്പല്ലി കുഞ്ഞൊക്കെ വലുതാവുകയാണെങ്കിൽ സെറ്റാവും. എടുക്കാൻ പറ്റിയ വരാലൊന്നും കണ്ടില്ല. ആടിയതായി കിടക്കുന്നത്. മറ്റേ ചെമ്പല്ലി കൂലി. അയ്യോ, ചെമ്പല്ലി ചെറിയ ഇടത്തരം ചെമ്പല്ലി എടുത്തിട്ടോ. കറി വെക്കണം. സൂപ്പറാ വറക്കാൻ. ഇതിൽ പരം ഗതി കേട്ടവൻ ആര് പറഞ്ഞു? ഞാനെടുത്തിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള ഞാനെടുത്തിട്ട്